ഹായ്, ഗുഡ് മോർണിംഗ്. സോ യൂട്യൂബിൽ ഞാൻ മോസ്റ്റ് പ്രൊബബ്ലി ഞാൻ ഇതിനു മുമ്പ് കുറേ വീഡിയോസ് യൂട്യൂബിൽ ഞാൻ എടുത്തിട്ടുണ്ട്, യൂട്യൂബ് ഫോമാറ്റിൽ ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ ഒന്നുപോലും ഞാൻ ഇട്ടിട്ടില്ല. മോസ്റ്റ് പ്രൊബബ്ലി ഞാനിന്ന് ഇടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്ന് ഞാൻ അനുമാനിക്കുന്നു. ടച്ച് ഫോർച്ചുനേറ്റ്ലി ഇതെങ്കിലും എനിക്കൊന്ന് ഇടാൻ പറ്റിയാൽ മതിയായിരുന്നു. ബിക്കോസ് ഞാൻ ഇടാറില്ല വീഡിയോസ്, ഞാൻ എടുത്തു വെക്കും, ഞാൻ ഇടാറില്ല, എനിക്കറിയില്ല എന്താണെന്നുള്ളത്. സോ വാട്ട് എവർ, ബേസിക്കലി ദിസ് ഇസ് എ സൺഡേ. ഇന്നൊരു സൺഡേ ആണ്. ഇന്ന് ആക്ച്വലി എൻ്റെ ഓഫ് ഡേ ആവേണ്ടതായിരുന്നു, പക്ഷേ ഇന്ന് എനിക്ക് ആക്ച്വലി ഒരു ഷൂട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഒരു ഷൂട്ട് സൺഡേ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. നിങ്ങൾക്ക് ആക്ച്വലി ബൈ ദ ലുക്ക് ഓഫ് മീ മനസ്സിലായിട്ടുണ്ടോ, ഞാൻ എണീറ്റ് വന്നതേ ഉള്ളൂ, മുഖം പോലും ഞാൻ കഴുകിയിട്ടില്ല. മുമ്പിൽ എനിക്ക് മടിയാവിടും. എനിക്ക് രാവിലെ എണീറ്റ് ഒരു ഞായറാഴ്ച കിട്ടിയിട്ട് കിടന്നുറങ്ങാൻ പറ്റാണ്ട് രാവിലെ എണീറ്റ് പോകേണ്ട അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നലെ ആക്ച്വലി നല്ല ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നത്. ഇന്നലെ ലേറ്റ് നൈറ്റ് ഷൂട്ടായിരുന്നു. ആക്ച്വലി നമ്മളൊരു 2:50 3 മണിയായി എത്തിയിട്ട് വീണ്ടും ഞാനും ചാണ്ടിയും കുറേ നേരം സംസാരിച്ച് അവിടെ ഇരുന്ന് 3 മണി, എന്നിട്ട് 4 മണിക്കാണ് കിടന്നുറങ്ങിയത്. എന്നിട്ട് ഇപ്പോൾ ഒരു 9:30 ഇപ്പോൾ എണീറ്റിട്ടുണ്ട്. നമുക്ക് ഇന്ന് ആക്ച്വലി സെമിത്തേരി വേണം ഷൂട്ടിന്, പിന്നെ ചെറിയൊരു കുട്ടീനെ വേണം ഷൂട്ടിന്. അപ്പോൾ ചെറിയ കുട്ടി ഏകദേശം സെറ്റായിട്ടുണ്ട്. ആ സെമിത്തേരി കൂടെ സെറ്റായാൽ നമുക്ക് ഡൺ ഫോർ ദ ഡേ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് ചെറിയൊരു വീടിൻ്റെ പോർഷനാണ്. അത് ജെയിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ ബേസിക്കലി നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് സെമിത്തേരിയാണ്. അപ്പോൾ സെമിത്തേരി അവൈലബിൾ ആവുമ്പോൾ ജെയിൻ പറയാം എന്ന് ജെയിൻ പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ദിവസവും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കപ്പ് ഓഫ് വാം വാട്ടറിലാണ്. അപ്പം ദിസ് ഈസ് മൈ മോർണിംഗ് റിച്വൽ. അപ്പോൾ ഒരു കപ്പ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാനൊന്ന് പല്ല് കഴിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. ആരോഗ്യ ഭാഗ്യം കൊണ്ടല്ല, ഞാൻ അങ്ങനെ എന്നെ തന്നെ ഫോഴ്സ് ചെയ്ത് ഞാൻ രാവിലെ എണീറ്റല്ല ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളമായിട്ടുണ്ട്. പല്ല് കഴിച്ച് മുഖം കഴിക്കാനാണ്. നെവർ മൈൻഡ്, പ്ലീസ് നെവർ മൈൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തോടെ ഐ വിൽ മേക്ക് സംതിങ് വെരി സിമ്പിൾ. ബിക്കോസ് ഐ എം നോട്ട് എ ഫാൻ ഓഫ് കുക്കിംഗ് എനിക്കിഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ നല്ല താല്പര്യം വേണ്ടി കുക്ക് ചെയ്യുന്നു, അല്ലാണ്ട് അതിനെ അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ അറ്റ് ടൈംസ് ഐ ഡോണ്ട്. മിക്സഡ് ഒപ്പീനിയനാണ്. അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ട് ഇവിടെ നമുക്ക് ബ്രെഡ് ഇരിപ്പുണ്ട്, മുട്ട ഇരിപ്പുണ്ട്, ചീസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ബ്രെഡ് എഗ് ചീസ് അല്ല എഗ് ബ്രെഡ് ഓംലെറ്റ് വാട്ട് എവർ സംതിങ് ലൈക്ക് ദാറ്റ് വിത്ത് ചീസ് നമുക്കിത് ഉണ്ടാക്കാം. ഞാൻ പോയി ജസ്റ്റ് ലിപ് ബാം ഇട്ടിട്ടോ, എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി ലിപ് ബാം ഇട്ടിട്ട് വന്നു. എനിക്ക് പെട്ടെന്ന് ആരോ വന്ന പോലെ തോന്നി. ഞാൻ കണ്ട അല്ല മുകളിലാണ്. എനിക്ക് പെട്ടെന്ന് ഞാൻ ആരോ വന്ന പോലെ തോന്നി, അവിടെ വന്ന പോലെ തോന്നി റൂമിൽ. കാരണം ഞാൻ മാത്രമേ ഉള്ളേ. ചാണ്ടി വേറെന്തോ ഷൂട്ട് വന്നിട്ട് ചാണ്ടി പോയേക്കാണ്. അവൾ ഇന്നലെ പറഞ്ഞിരുന്നു അവൾ പോകുന്നു. അപ്പോൾ രാവിലെ കണ്ടില്ല, ഇവിടെ പോയിട്ടുണ്ടാവും. ഇതൊരു കുക്കിംഗ് വ്ലോഗ് അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് കുക്കിംഗ് വ്ലോഗ് ആണെന്നൊന്നും അല്ല. പാവം ഒരു കുട്ടി സർവൈവിങ് ഫോർ എ സൺഡേ കൈൻഡ് ഓഫ് വ്ലോഗാണ്. എനിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ടെൻഷൻ ആവുന്നു. എന്തിനാണോ എന്തോ എനിക്കറിയില്ല. എനിക്ക് പെട്ടെന്ന് ഞാൻ പാനിക്കാവുന്നു. എന്താ അലാംഡ് ആവുന്നു ഞാൻ. എന്താ ഏതാ ആരാ അങ്ങനെയൊക്കെ. കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ച് ബ്രഞ്ച് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ്, ചീസ്, ഓംലെറ്റ് ആൻഡ് എ കപ്പ് ഓഫ് കോഫി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ കുറച്ച് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന്. എനിക്ക് കുറച്ചുകൂടെ കൈയാണ് കേട്ടോ വർക്കാവുക. സ്പൂണൊന്നും ഉപയോഗിച്ച് കഴിക്കുന്നത് അങ്ങനെ കഴിക്കുന്നതും കുറവാണ്. കൈയാണ് എനിക്ക് കുറച്ചുകൂടെ വർക്കാവുക. സോ ചീസ് ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ചീസ് ഇട്ടപ്പോൾ നല്ല ടേസ്റ്റാണ്. എൻ്റെ ആദ്യത്തെ ബൈറ്റിൽ ചീസ് ഉണ്ടായിരുന്നില്ല, അപ്പം എനിക്ക് ഫുൾ ടേസ്റ്റ് കിട്ടിയില്ല. പക്ഷെ ചീസ് ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ചീസിൻ്റെ ബൈറ്റോടെ കിട്ടുമ്പോൾ ഹാപ്പി. Food makes me happy, and when I eat good food, it makes me happy. Yes, I'm pretty much ready.
ഏകദേശം എൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആക്ച്വലി അല്ല, റെഡിയായി. ഞാൻ കുറച്ച് റഷ്യലായി. ജെയിനോടെ വന്ന് നിൽക്കുന്നുണ്ട് പറഞ്ഞു. ജെയിനും വിനീതേട്ടനും. So this is വിനീതേട്ടൻ and this is ജെയിൻ ജേബ്സ്. നിങ്ങൾ എന്തോട്ട് വ്ളോഗിങ് തുടങ്ങി? ഇന്നോട്ട് My first vlog. Let's go to cemetery. അപ്പം നമ്മുടെ സെമിത്തേരിയിലേക്ക് പോണ ഫസ്റ്റ് ലൊക്കേഷൻ അവിടെയാണ്, സെമിത്തേരിയിലാണ്. അപ്പോൾ വിനീതേട്ടനും ജെയിനും ഉണ്ട് എൻ്റെ കൂടെ. ഞാൻ ഉള്ളിലേക്ക് കയറാനുള്ള, ഞാൻ പുറത്തേക്ക് ആയിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പം പള്ളിയിൽ വരെ പോകുന്ന സ്ഥിതിക്ക് വേണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. കാരണം ഞാൻ പൊതുവെ അങ്ങനെ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷെ എനിക്ക് പള്ളികളിലൊക്കെ പോകണ ഇഷ്ടമാണ്, ഭയങ്കര കംഫർട്ടിങ് ആണ്. അപ്പോൾ ഒരു പോയിന്റിലൊക്കെ ശരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, ലൈഫിൽ ദൈവം ഉണ്ടോ അങ്ങനെ ഉണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ വീണ്ടും മറ്റേ ഭയങ്കര കംഫർട്ട് സ്പേസിലേക്ക് ഞാൻ എത്തി. ആ സ്പേസിൽ പോയി ഇരിക്കണത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആവുന്ന ഒരു സ്പേസിലേക്ക് ഞാൻ നിലവിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ പോകുന്ന സ്ഥിതിക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ ഇവര് പോയി സെമിത്തേരി ഇപ്പൊ ഷൂട്ട് ചെയ്തിട്ട് വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഷൂട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കുട്ടിയുടെ വീട്ടിലോട്ട് പോവാ. ഒരു കുട്ടിയുണ്ട് ഇനി അടുത്ത ഷൂട്ട്. ഡ്രസ് അല്ല, എൻ്റെ കയ്യിൽ ടോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഡ്രസ് മാറിയാ പോരെ, കുഴപ്പമുണ്ടോ? പക്ഷെ പോയിന്റ് ഇസ് ദാറ്റ് മാല ഇല്ല. ഞാൻ മാല എടുക്കാൻ മറന്നുപോയി. മറ്റേ വലിയ മാല എടുത്തിട്ടുണ്ടോ? എങ്കിൽ ഒന്ന് പോയിട്ട് വന്നാലോ? കുഴപ്പമുണ്ടോ വിനീതേട്ടാ? അങ്ങനെയാണെങ്കിൽ പോയി ആ മാലയും എനിക്ക് ആ വൈറ്റ് ടോപ്പ് കൊണ്ട് എടുത്തിട്ട് വരാം. അതാണോ? എൻ്റെ ഒരു ടോപ്പ് ഉണ്ട്, അതിൽ ഏതാ ചേരണേ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ കുട്ടിയുടെ വീട്ടിൽ പോവാണ്. കുട്ടിയുടെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് നൊസ്റ്റാൾജിയയിൽ പോകണം, അത് നമ്മുടെ ഓഫീസിൽ പോകണം. അപ്പം ഞാൻ ഓഫീസും കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ നൊസ്റ്റാൾജിയ വീട്. ഇവിടെയാണ് നിങ്ങൾ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ഷൂട്ടുകളും കാണാറുള്ളത്. ഇത് ബേസിക്കലി ഒരു സീരീസ് പോലെ ആയതുകൊണ്ട് കുറച്ച് 2 എപ്പിസോഡായിട്ടാണ് പോകുന്നത്. അപ്പം ഇന്നലെ തുടങ്ങിയതാണ്. അപ്പം ഇന്ന് ഒന്നുകൊണ്ട് കഴിയും. ഇന്നൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 7-8 ആ സമയം കൊണ്ട് കഴിയുമെന്നാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദാറ്റ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മുകളിലാണ് അരുൺ താമസിക്കണേ. താഴെ മാത്രമാണ് നൊസ്റ്റാൾജിയയുടെ സ്പേസ്. മുകളിൽ ആക്ച്വലി അരുണും അവൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പക്ഷെ ഇപ്പം അവൻ അവിടെ ഇല്ല. അവൻ ഏതോ കല്യാണത്തിന് മാമോദിസയ്ക്ക് എന്തോ പോയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പം വരുമായിരിക്കും വൈകിട്ട്, എനിക്ക് ഉറപ്പില്ല. അപ്പോൾ ആസ് ഓഫ് നൗ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ, ഞാനുണ്ട് ജെയിനുണ്ട്. അപ്പോൾ ഞാൻ റെഡി ആവട്ടെ. റെഡി ആവാനൊന്നുമില്ല, അവൻ്റെ സീൻ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഡ്രസ്സ് മാറാൻ തന്നെ ഉള്ളൂ. ബേസിക്കലി ഇപ്പം നമ്മൾ ചീറ്റ് ചെയ്തൊരു ഷോട്ട് എടുക്കാൻ പോവാണ്. അതായത് ജെയിനിൻ്റെ സെമിത്തേരിയിലുള്ളൊരു മെയിൻ ഡയലോഗ് പോർഷൻ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചീറ്റ് ചെയ്ത് അതെടുക്കാം. എന്നിട്ട് ഇതും അതോടെ കമ്പൈൻ ചെയ്യും, ഏകദേശം ഒരുപോലെയാവും. അത് കുറച്ച് മുമ്പ് ജെയിൻ പറഞ്ഞ സെയിം ടെക്നിക്ക്, അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കഷ്ടപ്പാടാണെങ്കിലോ ജീവിത സാഗര. വിനീതേട്ടൻ ഒരു ഷൂട്ടിന് വേണ്ടി ഏതറ്റം വരെ പോവാൻ ഇവർ തയ്യാർ. ഫുഡ് കഴിച്ചിറങ്ങി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. പക്ഷെ ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാൻ മറന്നുപോയി. സ്വാഭാവികമാണ്, പക്ഷേ ഫുഡ് കിട്ടി കഴിഞ്ഞാൽ സ്വന്തം പേര് വരെ മറന്നുപോയി. കുഴപ്പമില്ല, ഇനി അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം. നമ്മള് വീടെത്തി. ഹായ്, ഇവനാണ് സെറ്റ് ചെയ്ത് തന്നെ. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, അതാ നിന്റെ പേര്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. വിമാനം ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളിൽ കൂടെ കറക്റ്റ് സമയത്ത് പാസ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് കുട്ടിയുടെ സീനോട് എടുത്താ ഇനി പിന്നെ ഞാൻ സീനുള്ളൂ. അതിന് കോസ്റ്റ്യൂം കാരണം ഞാൻ ഷർട്ട് ചെയ്താ സോറി മാച്ചാ മതി.
അപ്പൊ നമ്മള് ഈ സീനും കഴിഞ്ഞു. ഇനി നമ്മുടെ സീൻ ഇനിയും ജെയിന്റെ സീനാണ്. ജെയിൻ അത് സിംഗിൾ ടേക്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് ടെൻഷൻ ഇല്ല. അത് പിന്നെ കുറച്ചൊരു നൈറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പൊ ഇനി തിരിച്ച് നമ്മൾ ആലുവയിലേക്ക് പോകും. അപ്പൊ ഇനി ആലുവ വെച്ചിട്ട് കാണാം, കാരണം ഇടയ്ക്ക് അതിന്റെ ഇടയിലൊന്നുമില്ല. സോ സമയം ഈസ് ബേസിക്കലി 7. എത്ര മണിയായി? 7-7:15 നമ്മള് 2 സീൻ കഴിഞ്ഞു. ഫസ്റ്റ് സീൻ സെക്കൻഡ് സീൻ ആക്ച്വലി കുട്ടീൻ്റെ വീട്ടിൽ നമ്മൾ പോയി ഷൂട്ട് ചെയ്യാനായിട്ട് പോയിട്ട് നമ്മൾ തിരിച്ചെത്തി. നമുക്കിനി ലാസ്റ്റ് ഒരു സീനോടുണ്ട്. ഈ സീനോടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീരും. ബൈ അറൌണ്ട് 10 തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറിയില്ല, നോക്കാം. ചായ കുടിച്ചിട്ടില്ല, ഞാൻ ചായ കുടിക്കുന്ന സമയമായി വൈകുന്നേരം. അപ്പം നല്ല തലവേദന ഉണ്ടാവും. ഓൾമോസ്റ്റ് എനിക്ക് ഒന്നാമത് മോഷൻ സിക്നസ് ഉണ്ട്. ബിറ്റ് സെൻസിറ്റീവ് ടു മോഷൻ. എനിക്ക് മോഷൻ സിക്നസ് ഉണ്ട്. അപ്പം പെട്ടെന്ന് എനിക്ക് തലവേദന ഒക്കെ വരും. വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പിന്നെ ഫുൾ വണ്ടിയിലുമായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. എല്ലാം നല്ലതിനാണെന്ന് കരുതി സമാധാനിക്കും. അരുൺ വന്നിട്ടുണ്ട് കേട്ടോ. അരുൺ ആക്ച്വലി കോമഡിയാണ്. എന്നെ കുറച്ച് അരുണോട് നമ്മൾ കുട്ടിയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ എത്തിയിട്ട് വിളിച്ചപ്പം ഇവൻ അവിടെ എവിടെ പോയിട്ട് ഇവൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു, അടുത്ത സ്ഥലത്തേക്ക് വന്നു. അടുത്ത പാതിയപ്പം വിളിച്ചിട്ട് എവിടെ, ഞാൻ പറഞ്ഞു ഞാനിവിടെ എത്തി. അവന് എന്താ എന്നെ വിളിക്കാണ്ട് പോയേ, അങ്ങനെ ക്യൂട്ടായിരുന്നു. പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇല്ലാണ്ട് വന്നേക്കുന്ന അരുൺ പ്രതാപൻ പൊക്കോളൂ, നോ പ്രോബ്ലം. ഇതാണ് ഈ വീടിന്റെ ഒരു ഉടമ. ഓ, നാച്ചുറൽ ആയതാണ്. ഇത് എടുക്കാന്ന് കുറച്ച് നേരമായി. അല്ല, ഇത് എപ്പോഴേലും വരുമല്ലോ, അപ്പൊ ആൾക്കാര് കാണും. എന്തായാലും വർഷയുടെ വ്ളോഗ് മുഴുവൻ കാണും. തവളക്കറി ഉണ്ടാക്കാൻ ഭയങ്കര മോശം വർഷമാണ്, പക്ഷെ നിനക്ക് അത് ഭയങ്കര അടിപൊളിയാണ്. അല്ല, നിങ്ങൾ ഇതുവരെ ലോങ് ഇട്ടിട്ടുള്ളത് ഫസ്റ്റ് ടൈം അല്ലേ ലോങ് ഇടാൻ? ഞങ്ങൾ ഇടയ്ക്ക് ഉണക്കിയായിരുന്നു കുറച്ചുകൊണ്ട്. സാരമില്ല, എടുത്തൊന്നും എടുക്കാൻ. എന്നിട്ട് ഇതാരെയും ഉദ്ദേശിച്ചിട്ടല്ല എന്ന് എനിക്കതിട്ട് പറയാനും. അപ്പൊ നമ്മുടെ കോമൺ ഫോളോവേഴ്സ് ഒക്കെ നിങ്ങളെയൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചിട്ടേ അല്ല പറയണം. ചെറിയ ആഗ്രഹം, ചെറിയ ജീവിതം കട്ടി എന്നതിന് ഇതെന്താ നിർത്തി ചെയ്തെന്ന്. അതാണ് വർഷയ്ക്ക് മൂഡ് ഔട്ട് ആയത്. അല്ല, അങ്ങനെ മൂഡ് ഔട്ട് ആകത്തില്ല, എന്നാലും അവിടുന്ന് തലവേദന എടുക്കുന്നുണ്ടായി. അപ്പം ഞാൻ അവിടുന്ന് പറയുന്നുണ്ടേ കാപ്പി കുടിക്കാന്ന്. എന്നിട്ട് ഇവര് നമ്മുടെ പുളിഞ്ചോട്ട് നിർത്തി. എന്നിട്ട് അവിടുന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഇവിടുന്ന് കുടിക്കാം. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അവിടെ പോയി ലൈറ്റ് ചെയ്തിട്ട് കുടിക്കാൻ. അമ്മ തലവേദന എടുത്തിട്ട് എനിക്ക് ഓൾറെഡി മോശം സിക്നസ് തലവേദന എടുക്കുന്നുണ്ടായി. അപ്പൊ എനിക്ക് കുറച്ച് കാപ്പി കുടിക്കുന്ന സ്ഥലത്ത് വന്നപ്പോ തന്നെ ഹാപ്പി. അതെ, ജ്യൂസ്, മറ്റേ ടാങ്ക്. 3 ഗ്ലാസ് ആയിരുന്നു മാമോദിസക്ക്. താൻ പോയോ മാമോദിസക്ക്? നല്ലായിരുന്നു. എങ്ങനെ ആദ്യം ഒന്ന് പോയി എടുത്തു, നേരെ പോയി എടുത്തു. ക്യാരക്ടർ ആവാൻ എന്ത് ത്യാഗം സഹിക്കുന്ന ജെയിൻ. നമ്മൾ കുറച്ച് വേർപ്പ് തോന്നിക്കാനായിട്ട് ആത്മാർത്ഥത തന്നെ. സ്റ്റെഫൻ റോയ് വേർപ്പ് തോന്നിക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഐഡിയ പറഞ്ഞു തന്നത് ഫോണിനകത്ത് വേറെ വെള്ളമാണെന്ന് ലൈറ്റാ കാണുന്നത്.
കോളിന് മുമ്പ് ഞെട്ടിയടാ നീ? ഇല്ല, ആ ഫസ്റ്റ് വിറയിൽ വന്നപ്പോഴേ ഞെട്ടിയ. ആണോ? വൈബ്രേഷൻ ആ വൈകിട്ട് മോൻ കാണാൻ വയ്യാത്തോണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ചാലോ? ഞാൻ കാലിട്ട് റെഡി അല്ലേ ജന? ഓക്കെ, റെഡി, റോളിംഗ്. ബാക്കപ്പ് പറ. നിങ്ങൾ പറ, കൂട്ടത്തിൽ പറയാം. യെസ്, ഡൺ ഫോർ ദ ഡേ. നമ്മുടെ ഷൂട്ട് എല്ലാം കഴിഞ്ഞു. എത്ര മണിയായി? 9:30. 9:36. സോറി, ഞാൻ 10 മണി വിചാരിച്ചു. 9:36. നമ്മള് 12:30, 2:30 ഒക്കെ പറയാം. 2:30. ഷൂട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നമ്മള് ഒരു 12 ആയപ്പോ തുടങ്ങിയില്ലേ? 12 ആയപ്പോ തുടങ്ങിയില്ലേ? ഷൂട്ടിന് വേണ്ടി എന്തും ഏത് ഉറക്കവും കളയാൻ തയ്യാറാണ് കലാകാരന്മാരായി പോയില്ലേ? എന്ത് ചെയ്ത? ഇതാണ് കലാകാരന്മാരുടെ ജീവിതം. നമ്മള് പുറത്ത് കാണുന്ന ഒരു ഹാഷ് പുഷ് ലൈഫിനപ്പുറം ഇത് വലിയ കഷ്ടപ്പാടാണെന്നൊന്നും പറയില്ല. ദിസ് സംതിങ് യു റിയലി എൻജോയ്. പക്ഷെ സ്റ്റിൽ there is അതായത് ഈ ഷൂട്ട് കഷ്ടപ്പാടൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കഷ്ടപ്പാട് ഫീൽ ചെയ്യാത്ത. അതായത് സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാരും വിചാരിക്കും ഷൂട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര എൻജോയ്മെന്റ് പരിപാടി, ഭയങ്കര എളുപ്പപ്പണിയാണെന്ന് കുറെ പേര് വിചാരിക്കുന്നുണ്ട്. അങ്ങനല്ല. ഇത് ഇപ്പൊ ഒരു ഷൂട്ട് നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും ഒരു സാധനം എടുക്കാം, ഒറ്റ ടേക്കിൽ വേണമെങ്കിൽ പരിപാടി തീർക്കാം. ഒരു കോണ്ടന്റ് വർക്കാവണം, ആ ഇമോഷൻ വർക്കാവുന്ന രീതിക്ക് ഈ സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ക്രിയേറ്റീവ് ഡിസിഷൻസും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ വേണം. ഈ ഷൂട്ട്, ആക്ടിങ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫീൽഡിന്റെ പുറകില് BTS നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. സോ നിങ്ങളൊരു 2.5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിന്റെ റീല് കാണുമ്പോൾ ചിലപ്പോൾ അതിന്റെ പുറത്ത് ദിവസങ്ങളുടെ അധ്വാനം ഉണ്ടായിരിക്കും. സോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഇതിന്റെ പുറകിലുള്ള എഫേർട്ട്. എളുപ്പപ്പണിയാണെന്ന് വിചാരിക്കരുത്. അപ്പൊ നമ്മള് ഷൂട്ടെല്ലാം കഴിഞ്ഞു. നമ്മുടെ വിനീതേട്ടൻ അടിപൊളിയായിട്ട് നമുക്ക് സഹകരിച്ചു. എല്ലാത്തിലും എന്തിനാ വന്ന് നിക്കണേ? എല്ലാം എടുത്തു വെക്കും ഞാനിങ്ങനെ. അപ്പം കഴിഞ്ഞു. ഇനിയും കഴിക്കുമ്പോ കാണാം കേട്ടോ. അതായത് നമുക്ക് എല്ലാവർക്കും മീഡിയയുടെ ഒരു പ്ലസ് സൈഡ് മാത്രമേ അറിയുള്ളൂ. അതിന്റെ വൺ ഓഫ് ദി നെഗറ്റീവ് എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്ലസ് മൈനസും ഒക്കെ ഉണ്ട്. ഇതിന്റെ ഒരു എലമെന്റ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഷൂട്ടിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് എക്വിപ്മെന്റ്സ് യൂസ് ചെയ്യും. നമ്മൾ ലൈറ്റ്സും ക്യാമറയ്ക്കാണെങ്കിലും അത്യാവശ്യം ലൈറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു 3-4 ലൈറ്റ്സ് ഒക്കെ നമ്മൾ മിനിമം യൂസ് ചെയ്യും. അപ്പം അതിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ LC അങ്ങനെ കുറേ വെയിറ്റുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പം ഓരോ വട്ടവും നമ്മൾ ആ ഷൂട്ടിംഗ് സ്ഥലത്തൊന്ന് എടുക്കുക, അത് അറേഞ്ച് ചെയ്യുക, പിന്നെ വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ തിരിച്ച് വെക്കുക, വീണ്ടും അതെടുത്ത് കാറിൽ വെക്കുക, വീണ്ടും അതുകൊണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുക, വീണ്ടും അതെടുത്ത് വെക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് പാടാണത്. അത് പാട് തന്നെയാണ്. അപ്പോ ഇപ്പൊ അവന്മാരെ ലൈറ്റ്സ് എടുത്ത് വെക്കാൻ പോയേക്കുക. എനിക്ക് തോന്നുന്നു ഷൂട്ടിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫിസിക്കലി ഡിഫിക്കൽട്ട് ടാസ്കുകളിലൊന്നാണ് ഈ സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ നടക്കുക. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊന്നും വണ്ടി എത്തില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ നടന്നു പോകും. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്. ഞാൻ ഭയങ്കര കുറവാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ കുറെ ആൾക്കാരുണ്ട് അത് കുറേ ചെയ്തിട്ടുള്ള മനുഷ്യരുണ്ട്. അപ്പം നമുക്ക് അവരെ അതായത് നമുക്കറിയില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ വി ഹവ് ഡൺ ദാറ്റ്, നമ്മളൊരു കാര്യം ചെയ്യാത്തടത്തോളം നമുക്കത് മനസ്സിലാവും. നമ്മുടെ പ്രശ്നമല്ല, അതെല്ലാം അങ്ങനെയാണല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിങ്ങിന്റെ ഒക്കെ ഒരു അതർ സൈഡാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പൊ സമയം ഇപ്പൊ ഏകദേശം എന്തായി, എത്ര മണിയായി? 10:30 ആരും ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മൾ വൈകുന്നേരം ചായ കുടിച്ചതേ ഉള്ളൂ. എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും. ചിലപ്പം ചിലർ നേരത്തെ കഴിച്ച് കേട്ടു. പക്ഷെ ആരും ഇന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനി വേണം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്ന് ഇത് കോപ്പി ചെയ്യാനിട്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പം എന്നിട്ട് വരുമ്പോഴത്തേക്ക് കോപ്പി ആയിട്ട് നമുക്ക് എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും ഒരു 11:30. ഇനി ഇപ്പൊ കുറച്ച് ദൂരമുള്ളവരാണെങ്കിൽ വീട്ടിൽ എത്തുമ്പോൾ 12-12:30 ആവും. നാളെ പിന്നെ വീണ്ടും 9:30 ഓഫീസ് എത്തണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സൺഡേ എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്നൊരു അവധി ദിവസം കിട്ടേണ്ടതായിരുന്നു. പക്ഷെ നമുക്കിങ്ങനെ ഷൂട്ടിന് വരുന്നത് നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല കേട്ടോ. വി എൻജോയ് ദിസ് പ്രോസസ്. നമ്മളെല്ലാവരും ഇതിൽ നിൽക്കുന്നത് എനിക്ക് എസ്പെഷ്യലി ഈ മേഖലയിൽ ഇഷ്ടപ്പെട്ട് തന്നെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. കാരണം അധികം ആൾക്കാർക്ക് വലിയ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാത്ത മേഖലയാണ് എനിക്ക് തോന്നുന്നില്ല. ആരും വീട്ടിൽ നിന്നൊക്കെ ഫോഴ്സ് ചെയ്തിട്ട് ആരും വന്ന് നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ മിക്കവാറും ആൾക്കാർ ഓൾമോസ്റ്റ് ഒരു 90%, 95% അല്ലെങ്കിൽ 99% ഓഫ് ആൾക്കാരും എന്താണ് ഇൻട്രസ്റ്റ് കൊണ്ട് വരുന്നവർ തന്നെയാണ്. അപ്പൊ അത് നമുക്ക് ആർക്കും ഇത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പക്ഷെ
ലെറ്റിംഗ് യു നോ ദിസ് ഇസ് ദ അതർ സൈഡ്. നമ്മൾ ആ ഗ്ലാമറസ് സൈഡുകൾ മാത്രം കാണുമ്പോൾ there is this side too. Yeah. പോവാണ്. അപ്പൊ ഓക്കെ ബൈ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. വിനീതേട്ടൻ പോയി. ജെയിൻ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡൊക്കെ കഴിച്ച് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ എത്തി. ഇപ്പം സമയം ഏകദേശം 12:34 ആയിട്ടുണ്ട്. കുളിച്ചിട്ട് കിടക്കണം. നല്ല ടയർഡാണ്. അത് നിങ്ങൾക്ക് സൗണ്ട് ചെയ്യുന്ന തന്നെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഒന്ന് നല്ല ഉറക്കം വരുന്നുണ്ട്. എനിക്കൊന്ന് കിടന്നുറങ്ങിയാൽ മതി. ആ മൂടായി. ഒന്ന് കിടന്നാൽ മതി. എൻ്റെ കണ്ണൊക്കെ കണ്ടോ വല്ലാണ്ടായി. രാവിലെ ഇനി ഓഫീസിൽ പോകണം. 9:30 ഓഫീസ്. പക്ഷേ കുറച്ച് ലേറ്റായി പോകാൻ വിചാരിച്ചു. കാരണം ഇന്ന് ലേറ്റ് ആയില്ലോ. നല്ലൊരു 10-10:30 ആകുമ്പോഴത്തേക്ക് എത്തണം. അപ്പോൾ ദാറ്റ് ഇസ് പ്രിറ്റി മച്ച്. ഞാൻ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്ര നേരം കണ്ടിരുന്ന ആൾക്കാർക്ക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾ ജെനുവിനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. എന്താ പറയണ്ടേ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി ഉറങ്ങട്ടെ. അപ്പോൾ ഇഫ് യു റിയലി ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക് ഇറ്റ് ആൻഡ് ടെൽ മീ വിച്ച് പോർഷൻ യു ലവ് ദ മോസ്റ്റ്. ആൻഡ് ഓൾസോ എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ള കാര്യം, ഡു ദ തിങ്സ് യു എൻജോയ് ദ മോസ്റ്റ്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ കഷ്ടപ്പെട്ട ഒരു കാര്യം ഇഷ്ടപ്പെടുമ്പോഴും തമ്മിൽ നിറയെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അത്രയും ഇഷ്ടത്തോടെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് ഓൺ യൂഷ്വൽ ബേസിസ്. നമ്മൾ എസ്പെഷ്യലി ഇങ്ങനെ വർക്ക് ചെയ്യുന്നൊരു ഈ ലേറ്റ് നൈറ്റ് ഷൂട്ടാണെങ്കിലും രാവിലെ എണീറ്റ് നേരത്തെ പോകേണ്ടത്, ഇതൊക്കെ നമുക്ക് സ്ഥിരം നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കത് ഈ ജോബ് നമുക്ക് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യൂ. അറ്റ്ലീസ്റ്റ് അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ ശ്രമിക്കൂ. ഓൺ ദാറ്റ് നോട്ട് ഐ എം സേയിങ് ബൈ. സോ വിൽ സീ ഇൻ സം അതർ വീഡിയോ. ഐ ഹോപ്പ് pretty much. And thank you so much for watching. Love you guys.